വിൻഡോ ജോൺ കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു. ഇവിടെ ഒരു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം, ഇപ്പോൾ സംസ്ഥാനത്ത് 6% മുകളിൽ പോളിംഗിന്റെ കുറവ് രേഖപ്പെടുത്തിയപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിലത് 10% അടുത്താണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ പോളിംഗ് കുറയുന്നു. മധ്യ കേരളത്തിലെ മണ്ഡലങ്ങളിൽ പോളിംഗ് കുറയുന്നു. ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാറ്റേണും ട്രെൻഡുമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയൊരു യൂഫോറിയ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജനങ്ങൾ വളരെ അത്യുത്സാഹത്തോടു കൂടി വോട്ട് ചെയ്യുന്ന ഒരു തരംഗം പോലെ വോട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള കാര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടായിരിക്കും? സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നടക്കുന്നത് മാതിരിയുള്ള ഇന്റൻസ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടന്നിട്ടും ഇങ്ങനെ ജനങ്ങൾ വലിയ ഉത്സാഹത്തോടു കൂടി കൂട്ടത്തോടെ വോട്ട് ചെയ്യാതിരിക്കുക എന്നൊരു ഒരു ട്രെൻഡ് ഉണ്ടായത് അപ്രതീക്ഷിതമായ ഒരു അടിയൊഴുക്കിന്റെ സൂചനയാണോ? UDF ഭയപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ബൂത്തിലെ കണക്കുകളൊക്കെ വന്ന് പൂർണ്ണമായി കാണുമല്ലോ. ശ്രീ അഭിലാഷ്, ഇതിൽ ഈ വോട്ടിംഗ് ശതമാനത്തിലൊരു കുറവ് എന്ന് പറയുമ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടികയിൽ കുറ്റമറ്റതാണെന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര പറഞ്ഞാലും അവകാശപ്പെട്ടാലും അതിൽ മരണപ്പെട്ടവരുടെ ഉൾപ്പെടെ ആളുകളുടെ പേര് അതിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പിന്നെ വോട്ടർ പട്ടികയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദേശത്ത് ജോലിയും പഠനവുമായിട്ട് പോയതും അതെല്ലാം ഇതിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വോട്ടിംഗ് ശതമാനത്തിലെ ഒരു കുറവ് അങ്ങനെ നമുക്ക് അതിനെ ഒരു രീതിയിൽ കാണാം. മറ്റൊരു രീതിയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവിരുദ്ധ വികാരം, അത് കൃത്യമായിട്ട് അതിൽ കുറെ ആളുകൾ ഈ സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് വോട്ടേ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച ആളുകളുണ്ടാകാം. 2, ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ ചില പാളിച്ചകൾ മൂലം ദീർഘനേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യം, കടുത്ത ചൂടിനെ അവഗണിച്ചു പോലും നിൽക്കേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് പല ആളുകളും അതിലും സങ്കടപ്പെടുകയും അല്ലെങ്കിൽ ആശങ്കാകുലരായിട്ട് വോട്ടിംഗ് വരാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 20 സീറ്റിലും പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. ഇപ്പോൾ LDFന്റെ പ്രതിനിധി പറയുന്നത് 12+ എന്നാണ്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ 20-20 എന്ന് തന്നെയാണ് ആദ്യം മുതൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാരും ഈ രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികൾ ഓരോന്നും സാധാരണ മനുഷ്യർക്ക് അത്തരം പദ്ധതികൾ എങ്ങനെയാണ് നേരിട്ട് അനുഭവപ്പെട്ടതെന്ന് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പും ജനങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ 20-20 എന്ന് തന്നെ പറയുന്നത്. LDF 12+ എന്ന് പറയുമ്പോൾ ബാക്കി 8 എന്തുകൊണ്ട് അവർ പറയുന്നില്ല? എന്തുകൊണ്ട് അവർ 20-20 ആത്മവിശ്വാസം പറയുന്നില്ല? അതിന്റെ അർത്ഥം അവർക്ക് തന്നെ അറിയാം അവരുടെ സർക്കാരിന്റെ പരാജയമാണ്. സർക്കാരിന്റെ ഒരു വിലയിരുത്തലായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കാൻ ഇതേവരെ അവർ തയ്യാറായിട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത്, അവർ ഇത്ര വലിയ ആത്മവിശ്വാസമാണെങ്കിൽ ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗമാണ് എന്ന് പറയാൻ സാധിക്കണമല്ലോ. ഇപ്പോൾ മധ്യ കേരളത്തിൽ വോട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ജൂൺ 4 വരെ ഇത്തരത്തിലുള്ള കണക്കുകളും ശതമാന കണക്കുകളിലൊക്കെ അഭിരമിച്ചിരിക്കാം. ജൂൺ 4 ശേഷം ചിഹ്നം കണ്ടെത്താൻ വേണ്ടിയിട്ട് പരക്കം പായേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ മാറുമ്പോൾ കോൺഗ്രസിനും UDFനും പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇന്ന് പ്രകടിപ്പിക്കുന്ന അതേ ആത്മവിശ്വാസത്തോടെ, അതേ ആർജവത്തോടെ അന്ന് മാതൃഭൂമി ഫ്ലോറിൽ വരാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ജനങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് UDFന്റെ കോൺഫിഡൻസ്.